നാളുകളായിട്ട് ഞാൻ 14-ാം അധ്യായത്തിലൂടെ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എല്ലാം നമ്മൾ പരിചയപ്പെട്ടു, വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ സത്വരജോ തമോ ഗുണങ്ങൾ എന്താണ് നമ്മളിൽ ചെയ്യുന്നത് എന്നുള്ളത്, നമ്മുടെ സൃഷ്ടി മുതലുള്ള കാര്യങ്ങൾ, പ്രളയം നടന്ന് സൃഷ്ടി മുതൽ ഒരു ജീവാത്മാവ് ഒരു ശരീരം ലഭിക്കുമ്പോൾ മുതൽ എന്താണ് ആ ജീവാത്മാവിന് ത്രിഗുണങ്ങളുടെ പ്രഭാവം കൊണ്ട് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ഭഗവാൻ 14-ാം അധ്യായത്തിൽ പറഞ്ഞു. നമ്മളത് കണ്ടു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കാനായിട്ട് നമുക്ക് ചിന്തിക്കാം. 3 ഗുണങ്ങളാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? സത്വ രജോ തമോ ഗുണങ്ങളാണ്. അപ്പൊ ഈ 3 ഗുണങ്ങളും മുന്നിലുള്ള അധ്യായങ്ങളിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. പക്ഷെ അതിനെ വിശദമാക്കുന്നത് 14-ാമത്തെ അധ്യായമാണ്. അപ്പോൾ നമ്മൾ വിശദമായിട്ട് അറിഞ്ഞാലേ നമുക്കൊരു അപകടം നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ അത് പറയും, ഓക്കെ, വഴി റോഡ് മുറിച്ച് കിടക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കും, ശരിയെന്ന് പറയും. പക്ഷെ അത് നമ്മൾ റോഡ് മുറിച്ച് കിടക്കും, സൂക്ഷിക്കാതെ തന്നെ കിടക്കും. കാരണം വെച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ അറിയുന്നില്ല. പക്ഷെ പിന്നീട് നമ്മൾ കുറച്ചും കൂടി മുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനെ വിശദമാക്കി തരും, ഉദാഹരണങ്ങൾ സഹിതം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ പല അധ്യായത്തിലും മുന്നേയുള്ളതിൽ 7-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട് ത്രിഗുണങ്ങളെക്കുറിച്ച്. അങ്ങനെ 14-ൽ വന്നപ്പോൾ ഭഗവാൻ അതിനെ വിശദമാക്കി തന്നു, എന്താണ് നമുക്ക് സംഭവിക്കും. ഇപ്പൊ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അല്ലെ? സത്വഗുണത്തിൽ തമോ ഗുണത്തിൽ നമ്മൾ ഒരു രീതിയിലും പോയിട്ട് വീഴാൻ പാടില്ല. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, തമോ ഗുണത്തിൽ നമുക്ക് പോകാൻ പാടില്ല. രജോ ഗുണക്കാരാണ് പൊതുവെ നമ്മളിൽ എല്ലാവരും തന്നെ, അല്ലെ? പൊതുവെ രജോ ഗുണക്കാരാണ് ഈ കലിയുഗത്തിൽ കൂടുതലായിട്ട് ഉള്ളത്. അതും നമുക്കറിയാം. എന്നാൽ നമുക്കറിയാം, ഈ 3 ഗുണങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഉത്തമമായതാണ്. 3 ഗുണത്തിൽ നല്ലതും സത്വഗുണമാണെന്ന് നമുക്കറിയാം. എന്നാൽ സത്വഗുണത്തിൽ തന്നെ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്ന അത് നല്ലതാണോ? അതുമല്ല നമുക്കറിയാം, അല്ലെ? സത്വഗുണത്തിൽ ഇരുന്നാലും നമ്മൾ ഈ ജന്മം ഇങ്ങനെ വീണ്ടും തുടർന്നുകൊണ്ട് ജന്മം മൃത്യു ജരാവ്യാധി നമുക്ക് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ സത്വഗുണത്തിൽ ഇരിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. പിന്നെന്താണ്? ഭഗവാൻ പറഞ്ഞു, സത്വഗുണത്തിന് മുകളിൽ വരിക. അപ്പോൾ എല്ലാ ഗുണങ്ങളെയും വിശദമായിട്ട് വിശദീകരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഭഗവാൻ 20-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, അതുകൊണ്ട് അർജുന, ഈ 3 ഗുണങ്ങളും നിനക്ക് ഗുണകരമല്ല. ആർക്കും ഗുണകരമല്ല. സത്വഗുണം പോലും ഗുണകരമല്ല. കാരണം നമ്മൾക്ക് വീണ്ടും ജന്മമൃത്യു ജരാവ്യാധി തന്നെയാണ്. മാത്രമല്ല, സത്വഗുണത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഹങ്കാരം കയറി നമുക്ക് ഏതെങ്കിലും കാരണവശാൽ ഒന്ന് കഴിച്ചു പോയാൽ രജോ ഗുണത്തിലോ തമോ ഗുണത്തിലോ പെട്ടെന്ന് പോയി വീഴും. പിന്നെ വീണ്ടും കയറി വരാമെന്നത് എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ 3 ഗുണങ്ങളുടെയും മുകളിൽ വരണം എന്നാണ് ഭഗവാൻ 20-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോഴാണ് അർജുനൻ അതിന് ചോദിക്കുകയാണ്, അപ്പൊ അങ്ങനെ ഒരാൾ, അപ്പൊ നമ്മൾക്കൊരു ഇൻട്രസ്റ്റ് വരികയാണ് അർജുനൻ, അല്ലേ? കാരണം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു 2-ാമത്തെ അധ്യായത്തിൽ സമചിത്തൻ എങ്ങനെ, അല്ലെ? സമചിത്തതയുള്ള ആള് എങ്ങനെയായിരിക്കും, ആ സ്റ്റഡി മൈൻഡുള്ള ആൾ എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ തന്നെ ഭഗവാനോട് 21-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുകയാണ്, ഈ ഒരു ത്രിഗുണങ്ങളെ അതിക്രമിച്ച വ്യക്തി, ട്രാൻസെൻഡ് ചെയ്ത വ്യക്തി, ത്രിഗുണങ്ങളുടെ മുകളിൽ വന്ന വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? അതാണ് 1-ാമത്തെ ചോദ്യം. ലക്ഷണങ്ങൾ അതിന്. പിന്നെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും, ആ ആള് ഇങ്ങനെ ത്രിഗുണങ്ങളുടെ മുകളിൽ വന്ന ആൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? പിന്നെ ചോദിച്ചത്, എങ്ങനെ നമുക്ക് ഈ ത്രിഗുണങ്ങളെ മറികടക്കാം? ഈ 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. അപ്പൊ 22 മുതൽ 25 വരെ ഉള്ള ശ്ലോകത്തിൽ ഭഗവാൻ ആദ്യത്തെ 2 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതായത് ഈ എങ്ങനെയായിരിക്കും ഇദ്ദേഹത്തിന്റെ ലക്ഷണങ്ങൾ, പിന്നെ എന്തായിരിക്കും സ്വഭാവം, പിന്നെ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്, ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. 3-ാമത്തെ ചോദ്യം ഇതിന്റെ ഉത്തരമാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലും പിന്നെ അടുത്ത ശ്ലോകത്തിലുമായിട്ട് പറഞ്ഞിട്ട് ഈ അധ്യായം അവസാനിപ്പിക്കും. അപ്പോൾ 26-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. മാം ചയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവത്തെ സഗുണാൻ സമതീതൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതി. വേർഡ് മീനിങ്, യാതൊരുവൻ മാം എന്നെ അവ്യഭിചാരേണ വ്യതിചരിക്കാത്ത ഭക്തിയോഗേന ഭക്തിയുടെ സേവനത്തോടുകൂടി സേവതേച്ച സേവിക്കുകയും ചെയ്യുന്നു സ അവൻ യഥാൻ ഗുണാൻ ഈ ഗുണങ്ങളെ സമതീത്യ അതിക്രമിച്ചിട്ട് ബ്രഹ്മഭൂയായ ബ്രഹ്മപദത്തിലേക്ക് ഉയരുവാൻ കൽപ്പതേ യോഗ്യനായി ഭവിക്കുന്നു, ആയിത്തീരുന്നു. വിവർത്തനം വൈശ്വല പ്രഭ ജയശ്വല പ്രഭ. ഏതു പരിതസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിലെത്താം. അപ്പോൾ ഭഗവാൻ ആ സീക്രട്ട് നമുക്ക് പറഞ്ഞു തരും.
അപ്പോൾ നമ്മൾക്കറിയാം, എല്ലാവർക്കും അറിയാം, ഭക്തിയുത സേവനം ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാനാകും, നമുക്കറിയാം അല്ലെ, എല്ലാവർക്കും അറിയാം. ഭഗവത്ഗീതയുടെ സന്ദേശങ്ങള് രഹസ്യമാണ് അല്ലെ, രഹസ്യമായ ജ്ഞാനമാണ്, ഗുപ്തജ്ഞാനങ്ങളാണ്. രഹസ്യം എന്തുകൊണ്ടാണ് രഹസ്യമായിട്ട് നിൽക്കുന്നത്? ഗൂഢമായ കാര്യമാണ്. അപ്പൊ നമുക്ക് തോന്നുന്നു ഇതിനെന്താ ഇത്ര വലിയ രഹസ്യം? നമുക്കറിയാമല്ലോ, ഭഗവാനെ നമ്മൾ ഭക്തിയുത സേവനം ചെയ്താൽ നമുക്ക് ഈ ജന്മമൃത്യു ജരവാദിയിൽ നിന്ന് രക്ഷപ്പെടാം. ഇതൊരു പരസ്യമായ കാര്യമില്ല, ഇതിനെന്താ രഹസ്യം? പക്ഷെ ഇത് എത്ര പേർക്ക് അറിയാം? നമ്മൾ തന്നെ നമ്മുടെ കാര്യം എടുത്തു നോക്കിയാൽ നമ്മൾ എപ്പോഴാണ് ഇത് അറിഞ്ഞത്, ഏത് പ്രായത്തിലാണ് അറിഞ്ഞത്? അതുവരെ നമുക്കിത് അറിയില്ലായിരുന്നു. അതുപോലെ എത്രയോ ആൾക്കാര് ഇപ്പോഴും ഇത് അറിയുന്നില്ല. ഇനി നമ്മൾ അറിഞ്ഞവരെ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുത്താലോ? ചില ആൾക്കാര് ഇതിനെ കേട്ടില്ലേ വിടും അല്ലെ, അവരത് അംഗീകരിക്കുക പോലുമില്ല. ഇപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നത് 5 പോയിന്റ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഈ ശ്ലോകത്തിന്റെ വിവർത്തനം പറയുന്നത് ഏതു പരിതസ്ഥിതിയിൽ ഏറ്റവും പ്രധാന വാക്കാണ് അവ്യഭിചാരേണ എന്നുള്ളത്. അതായത് നമ്മൾ ഒരു രീതിയിലും ഏത് സിറ്റുവേഷൻസിലും ഏത് സർക്കംസ്റ്റാൻസിലും നമ്മൾ വ്യതിചലിക്കാൻ പാടില്ല. അപ്പോ നമ്മൾക്കറിയാം, പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വ്യതിചലിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ നമ്മൾക്കറിയാം, ഭക്തിയുത സേവനം ഭഗവാനെ സെൻട്രലൈസ് ചെയ്ത് ഭഗവാനെ ഫോക്കസ് ചെയ്ത് ഭക്തിയുത സേവനം ചെയ്താൽ നമ്മൾക്ക് മുന്നോട്ട് ഒരു പ്രോഗ്രസ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചെയ്യാൻ സാധിക്കുന്നില്ല. ആരാണ് പിടിച്ചു വലിക്കുന്നത്? നമ്മളിവിടെ ത്രിഗുണങ്ങൾ നമ്മളെ പിടിച്ചു വലിക്കും. ഭൗതിക പ്രകൃതിയിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം ത്രിഗുണങ്ങൾ നമ്മളെ പിടിച്ചു വരും. അപ്പൊ ത്രിഗുണങ്ങളുടെ പിടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന് ഭഗവാൻ പറയാണ്. ഒന്നാമത്തെ പറഞ്ഞ ഏത് സാഹചര്യത്തിൽ ഏത് സിറ്റുവേഷനിലും പിഴയ്ക്കാതെ, അതായത് തെറ്റുപറ്റാതെ, ഏത് സിറ്റുവേഷനിലും തെറ്റുപറ്റാതെ. കാരണം സിറ്റുവേഷൻസ് പലതാണ്. നമ്മളൊന്നൊരു കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഒരു നോർമൽ ഡേ നമ്മളെല്ലാവരും ചിലപ്പോൾ 4 മണിക്ക് എണീക്കും, 3:30 എണീക്കും, രാവിലെ കുളിക്കുന്നു അല്ലെ, ജപങ്ങൾ ആരതികൾ എല്ലാം ചെയ്ത് വളരെ കറക്റ്റ് ആയിരിക്കും. ജപം ചെയ്യും കൃത്യം, ചിലപ്പോൾ 16 റൗണ്ട് തന്നെ രാവിലെ തീർക്കും, ജോലിക്ക് പോകും, കാര്യങ്ങളൊക്കെ ചെയ്തു വരും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലായിരിക്കും പെട്ടെന്ന് വീട്ടിലൊരു പ്രശ്നം വരിക, അല്ലെങ്കിൽ ഓഫീസിലൊരു പ്രശ്നം, അല്ലെങ്കിൽ വഴിയിലൊരു പ്രശ്നം, നമ്മുടെ മനസ്സിനെ ഒലയ്ക്കുന്ന ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഇതെല്ലാം ചിലപ്പോൾ മാറ്റി വെക്കും, ഇതെല്ലാം വിടും. പിന്നെ അന്നത്തെ ജപമില്ല, ഒന്നുമില്ല, കാരണം കംപ്ലീറ്റ് അതിലായി. ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കാം. അപ്പൊ നമുക്ക് ആ മൂഡ് തന്നെ ഉണ്ടാവില്ല. എന്നാ ആലോചിച്ച് നോക്കുക. അപ്പൊ ഏത് സാഹചര്യത്തിലും പിഴയ്ക്കാതെ എന്നുള്ളത് അവിടെ സംഭവിച്ചിട്ടില്ല, കണ്ടോ? അപ്പൊ എന്ത് സാഹചര്യം, ചുറ്റിലുമുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ത്രിഗുണങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സത്വരജോ തമോ ഗുണങ്ങൾ പല രീതിയിൽ നമ്മളായിട്ട് കളിപ്പിക്കും. അപ്പൊ നമ്മൾ അതിൽ പോയി പെട്ട് കഴിയുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മൾ അതിന്റെ കൂടെ ഡാൻസ് കളിക്കും. അപ്പൊ നമ്മൾ ഇത് പോകും, ഭഗവാന്റെ ഇത് സ്ലിപ്പാവും. നമ്മൾ ഇതിന്റെ വിശദമായിട്ട് ഇതിന് പറയുന്നുണ്ട്. വളരെ വളരെ നല്ലൊരു ശ്ലോകവും വളരെ ഇമ്പോർട്ടൻറ്റ് ശ്ലോകവും വളരെ എന്താ പറയുക, അത്ര മനോഹരമായ വിശദമായ ഭാവാർത്ഥമാണ് നമുക്ക് ഇതിനകത്ത് തന്നിട്ടുള്ളത്. അപ്പൊ ഏത് പരിതസ്ഥിതിയിലും ഏത് സർക്കംസ്റ്റാൻസിൽ നമ്മൾ പിഴയ്ക്കാതെ ഇരിക്കുക, ഒന്ന്. പിന്നെ ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് രണ്ടാമത്തെ കാര്യം. അപ്പൊ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വ്യതിചലിക്കാൻ പാടില്ല, തെറ്റുപറ്റാൻ പാടില്ല, ഒന്ന്. 2, ഭക്തിപൂർവം ഭഗവത് സേവനം ചെയ്യണം. അതിലും 2 പോയിന്റ് ഉണ്ട്. ഭക്തിപൂർവ്വം ഭഗവത് സേവനം എല്ലാവർക്കും ചെയ്യാം, പക്ഷെ ഭക്തിപൂർവം ചെയ്യണം. ഭക്തിപൂർവം എന്ന് പറഞ്ഞാൽ ഭക്തി നമുക്കുണ്ടോ, അത് ഭക്തിപൂർവ്വമാണോ ചെയ്യുന്നതെന്ന് ആർക്കറിയാം? ചെയ്യുന്ന ആൾക്കറിയാൻ പറ്റുമോ? ഇല്ല, ചെയ്യുന്ന ആൾക്കറിയാനേ പറ്റില്ല. ഭക്തിപൂർവമാണോ ആ ഭഗവത് സേവനം നടക്കുന്നതെന്ന് ഭഗവാൻ അറിയാം, ഭഗവാന് മാത്രമേ അറിയാൻ പറ്റൂ. അപ്പൊ അടുത്ത ഘട്ടമാണ്. അപ്പൊ ഏത് സാഹചര്യത്തിലും പിഴയ്ക്കാതെ ഭക്തിപൂർവം ഭഗവത് സേവനം ചെയ്യുന്നവർക്ക് വേഗത്തിൽ, അതാണ് മൂന്നാമത്തെ പോയിന്റ്, വേഗത്തിലാണ്, പതുക്കെയല്ല, വേഗത്തിൽ. മൂന്നാമത്തെ പോയിന്റ്, പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച്, നാലാമത്തെ പോയിന്റ്. അപ്പൊ വേഗത്തിൽ ഈ 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചറിനെ ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റും, അതിക്രമിച്ച് ബ്രഹ്മപദത്തിൽ. 5ാമത്തെ ഡെസ്റ്റിനേഷൻ എത്തി. കണ്ടോ, 5 പോയിന്റ് ആയിട്ട് പിടിച്ചു കൊടുക്കുക. അപ്പൊ ഏത് സാഹചര്യത്തിലും പിഴയ്ക്കാതെ ഭക്തിപൂർവം ഭഗവത് സേവനം ചെയ്യുന്നവർക്ക് വേഗത്തിൽ, ഇമ്പോർട്ടന്റ് ആണ്, വേഗത്തിൽ എന്ന് വെച്ചാൽ ഇപ്പൊ ഉച്ചയ്ക്ക് മുന്നേ അങ്ങനെയല്ല, ജന്മങ്ങൾ പലത് വരും, പക്ഷെ നമുക്ക് കുറച്ച് സ്പീഡ് കിട്ടും. ഭക്തി വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച്, രണ്ടാം പോയിന്റ് അവിടെ പോകാൻ പറയും. കാരണം നമ്മൾ അത് അതിക്രമിച്ച് പറ്റൂ എന്നുള്ളത് ഷുവർ ആയതുകൊണ്ടാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല, ബ്രഹ്മപദത്തിലെത്താം എന്ന് പറയും. അപ്പോ നമ്മൾക്കിതിന്റെ ഒരു വിശദമായിട്ട് തന്നെ നോക്കേണ്ട ഒരു ശ്ലോകമാണ്. നമ്മൾക്കറിയാം, ഭൗതിക
ലോകം പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ വിശദമായിട്ട് കണ്ടതാണ് അല്ലെ, ഈ അധ്യായത്തിൽ കണ്ടു. ഭൗതിക ലോകം മുഴുവൻ പ്രവർത്തിക്കുന്നത് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കനുസരിച്ചാണ്. അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ത്രിഗുണങ്ങൾക്കനുസരിച്ച് ഭൗതിക ലോകം പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും വരും. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ ആ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് നടക്കും അല്ലെ. നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ മനുഷ്യ ജന്മം എന്നുള്ളത് ഈ ചുറ്റിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തീർക്കാനുള്ളതല്ല അല്ലെ. അപ്പൊ നമ്മൾക്ക് അറിയാം, നമ്മളിപ്പോ ഓരോ ദിവസവും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പല രീതിയിലായിരിക്കും ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ അല്ലെ. 10 പേരെടുത്താൽ 10 പേർക്ക് 100 തരം പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ എന്താ പൊതുവെ ചെയ്യുന്നത്, ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പോവാണ്. കാരണം നമ്മുടെ ഉദ്ദേശം ഈ പ്രശ്നങ്ങളെല്ലാം തീർത്ത് സ്വസ്ഥമായിട്ടിരിക്കുക. ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടാവും? സാധിക്കില്ല, സാധിക്കാത്തൊരു കാര്യം അല്ലെ. ഭൗതികതയിലെ ഒരു കാര്യവും നമ്മൾ ഒരിക്കലും തീർക്കും. കാരണം ഒരു പ്രശ്നം തീർത്ത് വരുമ്പോഴായിരിക്കും, ഇപ്പൊ രാവിലെ എടുത്തിരിക്കുമ്പോഴായിരിക്കും പറയുന്നത് ഗ്യാസ് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഗ്യാസ് തീർന്നു, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം, അതെല്ലാം തീർന്നു, ഇനി ഇതെല്ലാം കഴിഞ്ഞു. അപ്പോഴായിരിക്കും ഇൻഷുറൻസിന്റെ വണ്ടിയുടെ ഇത് തീരാറായി, അടുത്ത പ്രശ്നമായി. അല്ലെങ്കിൽ വേറൊരു പ്രശ്നം, അതായത് ഒരിക്കലും ഒരു പ്രശ്നവും ഭൗതികതയിൽ നമുക്ക് തീരുന്നില്ല. അപ്പോ നമ്മൾ ഈ ത്രിഗുണങ്ങൾ ഉണ്ടാക്കി തരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ സമയം കളഞ്ഞാൽ അത് ശരിയാണോ? ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ ഇതൊന്നും ചെയ്യാണ്ടൊന്നല്ല. ഗ്യാസ് തീർന്ന് ഗ്യാസ് വന്നില്ലെങ്കിൽ അടുപ്പ് പുകയില്ല, അത് വേറെ, അതൊക്കെ ചെയ്യണം. പക്ഷെ നമുക്ക് ഒരുപാട് അൺവാണ്ടഡ് തിങ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങൾ യെസ്, പക്ഷെ അതല്ലാതെ ഒരുപാട് ഗോസിപ്പുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷയങ്ങളിട്ട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അല്ലെ. എന്തോരം അൺവാണ്ടഡ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് അൺവാണ്ടഡ് കാര്യങ്ങളെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ അനാവശ്യ ചർച്ചകളുള്ള കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ നമ്മുടെ ഒരു സ്ഥലത്ത് ഇരിക്കേണ്ടി വന്നു. അവിടെ വേറെ 1-2 പേരുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് വലിയ പരിചയമൊന്നുമില്ല, എന്നാൽ ചിലപ്പോൾ പരിചയം ഉണ്ടാവത്തില്ല. നമുക്കൊരു സബ്ജക്റ്റ് ഇല്ല സംസാരിക്കാൻ വിചാരിക്കാം. അപ്പൊ ഭക്തരല്ല, ഡിവോട്ടീസ് അല്ലാത്തവരാണ്, ഇപ്പൊ റിലേറ്റീവ്സ് തന്നെയാവാം, ചില സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ എവിടെ 2-3 പേര് തമ്മിൽ കണ്ട ഒരു പ്രത്യേക സബ്ജക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സബ്ജക്റ്റ് കണ്ട് ഉണ്ടാക്കി സംസാരം തുടങ്ങും. എന്തായാലും വെറുതെ എങ്ങനെ ഇരിക്കണം, എങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടതെന്ന് വെച്ചൊരു സബ്ജക്റ്റ് മിക്കവാറും വല്ല ചിലപ്പോൾ രാഷ്ട്രീയമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം. അത് അപകടമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ എന്തൊക്കെ പറയും? കാരണം ഒരു അനാവശ്യ കാര്യമാണ് അവിടെ സംസാരിക്കുന്നത്. അതേസമയം നമ്മൾ അവിടെ 2 ഡിവോട്ടീസ് ആണ് കണ്ടുമുട്ടുന്നതെങ്കിലോ അവിടെ ഒരു അനാവശ്യ സംസാരം നടക്കുമോ? ഇല്ല അല്ലെ. ഒന്നുമില്ലെങ്കിൽ 2 പേര് മാലയെടുത്ത് നാമം ചെയ്തിരിക്കും, സ്വസ്ഥമാണ്, ഏറ്റവും നല്ല കാര്യം, ഒരു പ്രശ്നമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരമില്ല, ഒരു പ്രശ്ന കാര്യങ്ങളും അവിടെ സംസാരിക്കപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ തീർക്കാൻ നമ്മുടെ ലൈഫ് നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ സർവൈവ് ജോലി ചെയ്യുക, ശമ്പളം മേടിക്കുക, നമ്മൾ അതെല്ലാം ഭഗവത് സേവനത്തിന് ഉപയോഗിക്കുക, വീട്ടുകാരെ നോക്കുക. പക്ഷെ ഒന്നിലും നമ്മുടെ രജോഗുണക്കാരനെ കണ്ട പോലെ അനാവശ്യമായ ആസക്തി നമ്മൾ കാണിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ പൂർണ്ണമായ രജോഗുണത്തിൽ നമ്മൾ വീഴും. അപ്പൊ മനുഷ്യജന്മം എന്നുള്ളതിന്റെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പല ജന്മങ്ങളെ കുറിച്ച് നമ്മൾ പറയും. ഈ മനുഷ്യജന്മം എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഈ പ്രശ്നങ്ങൾ തീർക്കാൻ, ത്രിഗുണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തീർക്കാനുള്ളതല്ല. കാരണം മറ്റുള്ള ജന്മങ്ങൾ നമ്മളത് കുറെ ചെയ്തിട്ടുണ്ടാവും. അതിന് ചെയ്തതിന് ശേഷമായിരിക്കും ഭഗവാൻ നമുക്ക് ഈ ഭാഗ്യം തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനിയും വീണ്ടും പൂച്ച ചെയ്തതും നായ ചെയ്തതും അല്ലെ, ഈച്ച ചെയ്തതും കൊതുക് ചെയ്തതും ഒക്കെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. ഈ ഈച്ചയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയല്ലോ, നമ്മൾ എന്തിന് ചില ആൾക്കാർ ഇതുപോലെ തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഇതൊന്നും നിർത്തിക്കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഞാൻ ചില സമയത്ത് എൻ്റെ മാതാജിയോട് പറയും, ചില സമയത്ത് പറയും, ഞാനൊരു ആള് ഇപ്പൊ വരും, എന്നെ കാണും, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എനിക്കൊരു കോൾ ചെയ്യണം കേട്ടോ. വേറെ നിവൃത്തിയില്ലാത്തോണ്ടാണ് ഞാൻ പറയും, എന്റെ മൊബൈലിൽ ഒന്ന് കോൾ ചെയ്യണം എന്ന് പറയും. അപ്പൊ ആ മൊബൈലിൽ മാതാജി കോൾ ചെയ്യലും ഞാൻ ഫോൺ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഹലോ അയ്യോ അർജന്റാണോ? ശരിക്കും തന്നെ അവരാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അയ്യോ എനിക്ക് ഓൺലൈനിൽ അർജന്റായിട്ട് കയറണം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ പറഞ്ഞു ഇഷ്ടംപോലെ ചെയ്യുന്നതാണ്. പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു ഇത് കാണിക്കേണ്ടി വരുന്നു. കാരണം നമുക്ക് പറ്റുന്നില്ല ചില സമയത്ത്. അപ്പോൾ അവോയ്ഡ് ചെയ്യാൻ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. തെറ്റാണോ എന്ന് നോക്കാറില്ല, പക്ഷെ നമുക്കതിൽ അർത്ഥമില്ല. പക്ഷെ അതേ സമയം ഒരു ഡിവോട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അങ്ങനെ തോന്നില്ല. ആർക്കെങ്കിലും തോന്നും? ഒരിക്കലും തോന്നില്ല. നമ്മൾ എത്രത്തോളം സംസാരിച്ചാലും നമുക്ക് അങ്ങനെ തീരില്ല, സമയം നമുക്ക് മതിയാവാതെ വരും. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സ്പിരിച്വൽ സൂയിസൈഡ് അല്ലെ. അതായത് ഈ ജന്മത്തിന്റെ ലക്ഷ്യം നമുക്കറിയാലോ. ഒരു മനുഷ്യ ജന്മം കിട്ടിയിരിക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം. നമ്മൾ പ്രധാനം എടുക്കുന്ന കാര്യമൊക്കെ പറയാറുണ്ട് അല്ലെ. ഏകാദശി ദിവസം, അപ്പൊ ഏകാദശിയാണെന്നുള്ള ദിവസം നമ്മുടെ വീട്ടിൽ ഒരു നായയുണ്ട് അല്ലെങ്കിൽ ഒരു പൂച്ചയുണ്ട്. ആ പൂച്ചയ്ക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ഫുഡ് കൊടുത്താലും അരിയാഹാരം എന്തും അത് കഴിക്കും. നോൺ വെജ് വരാതെ കഴിക്കും, എല്ലാം കഴിക്കും.
കാരണം എന്താ, അതിന്റെ അവബോധം അത്രയും ഡെവലപ്പ് ആയിട്ടില്ല. പക്ഷെ നമ്മൾക്ക് അറിയാം അല്ലെ, നമ്മുടെ അവബോധം ഡെവലപ്ഡ് ആണ്. ഭഗവാൻ ബോധമുള്ള, അവബോധം കൂടിയ ഒരു ജന്മമാണ് മനുഷ്യജന്മം. അപ്പൊ നമ്മൾക്കറിയാം ഇന്ന് ഏകാദശി ദിവസമാണ്, ഇതൊന്നും കഴിക്കാൻ പാടില്ല. ഗുരു പറഞ്ഞിരിക്കുന്ന പ്രകാരം, ആത്മീയ ഗുരുവിന്റെ ഇത് പ്രകാരം നമ്മൾ ഇന്നതിനാണ് ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷെ എന്നിട്ടും നമ്മൾ അതെല്ലാം കഴിക്കുകയാണെങ്കിൽ എന്തായതിനർത്ഥം? അതിനർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഏത് ലെവലിലേക്കും അവബോധം നമ്മൾ താഴ്ത്തുകയാണ് അല്ലെ. അവബോധം താഴ്ത്തി നമ്മൾ നായയുടെ, പൂച്ചയുടെ, ഈച്ചയുടെ ഒക്കെ അവബോധത്തിലേക്ക് നമ്മൾ താഴ്ന്നു പോകുക. അത് സംഭവിക്കാൻ പാടില്ല. അത് സംഭവിച്ചാൽ നമുക്ക് എന്ത് പറ്റും? അവസാന പരീക്ഷയിൽ നമ്മൾ തോക്കും. കാരണം നമ്മൾക്ക് അവബോധം, മനുഷ്യജന്മം നമ്മൾ കൃത്യമായിട്ട് വിനിയോഗിച്ചില്ല. അതാണ് സ്പിരിച്വൽ സൂയിസൈഡ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളുടെ അവബോധം, നമ്മൾ അതായത് നമ്മുടെ കോൺഷ്യസ്നെസ് നമ്മൾ എവിടേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഭൗതിക പ്രശ്നങ്ങൾ നമുക്ക് ഒരുപാട് ചുറ്റിലുമുണ്ട്. അപ്പൊ ഭൗതിക പ്രശ്നത്തിലേക്ക് നമ്മുടെ അവബോധത്തിനെ തിരിക്കണോ അതോ ഭഗവാനിലേക്ക് തിരിക്കണോ? അതാണ് നമ്മുടെ ഫസ്റ്റ് തിങ്. അപ്പൊ ഈ ഒരു ശ്ലോകം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ രണ്ട് കാര്യം, ഓരോ പ്രശ്നം വരുമ്പോഴും നമ്മൾ ചിന്തിക്കണം, എനിക്ക് കൂടിയ അവബോധമുണ്ട്, മറ്റുള്ള ജീവികളെക്കാൾ കൂടിയ അവബോധമുണ്ട്. ഞാൻ ഈ അവബോധം, എൻ്റെ ഈ കോൺഷ്യസ്നെസ്, ഞാൻ ഈ പ്രശ്നത്തിലേക്ക്, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഈ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ തിരിക്കണോ അതോ ഞാൻ ഭഗവാനിലേക്ക് തിരിക്കണോ എന്ന കാര്യം ചിന്തിക്കുക. അതിൻ്റെ എങ്ങോട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ അവബോധം ഉപയോഗിച്ച് അതനുസരിച്ചായിരിക്കും നമ്മളുടെ എന്താ വരുന്നത്, നമ്മുടെ കർമ്മയുടെ റിസൾട്ട്സും പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കപ്പെടും. അപ്പൊ നമ്മുടെ അടുത്ത പോക്ക് എങ്ങോട്ടാണ്, ഇത് കഴിഞ്ഞിട്ടുള്ള യാത്ര എങ്ങോട്ടാണെന്നുള്ളത് അവിടെ തീരുമാനിക്കും. അപ്പൊ വേഗത്തിൽ, ഭഗവാനിൽ പറഞ്ഞു അല്ലെ, വേഗത്തിൽ ത്രിഗുണങ്ങളെ ആ വേഗം അവിടെ വരണമെങ്കിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. എവിടേക്ക് തിരിക്കുന്നു? ഭൗതിക പ്രശ്നങ്ങളിലേക്ക് തിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? പതുക്കെ ആയിരിക്കും അല്ലെ, 5 km/h വണ്ടി പോകണം. കാരണം ഭൗതിക പ്രശ്നങ്ങളൊക്കെ തീരണം, പിന്നെയും ജനിക്കണം, വീണ്ടും ഭൗതിക പ്രശ്നം, പിന്നെയും ജനിക്കണം, ഇത് തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ വേഗം കുറവാ. അതേസമയം നമ്മള് ഇല്ല, ഭൗതിക പ്രശ്നങ്ങൾ എന്നെ ബാധിക്കുന്നില്ല, അതങ്ങനെ അതിന്റെ വഴിക്കോ എന്നെ കൊണ്ടാവുന്ന ഞാൻ ചെയ്യും, പക്ഷെ എന്റെ ഫോക്കസ് ഭഗവാനിലാണ് എന്ന് പറയുമ്പോൾ 100-ലായി അല്ലെ, 100 km/h സ്പീഡ് കൂടി. അതാണ് വേഗത്തിൽ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിലെത്താൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷനൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഇതിന്റെ ബലത്തിൽ. അപ്പൊ അവ്യഭിചാരേണ, അൺഫെയിലിംഗ് ഡിറ്റർമിനേഷൻ, അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന വാക്ക്, അൺഫെയിലിംഗ് ഡിറ്റർമിനേഷൻ. അപ്പൊ അതുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. ഈ ഡിറ്റർമിനേഷൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല അല്ലെ. നമുക്കറിയാം, നമ്മളാണ് അത് തീരുമാനിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു ഉറച്ച മനസ്സിൽ വേണം. അപ്പൊ കൃഷ്ണനിൽ മനസ്സുറപ്പിച്ചുള്ള ഭക്തിയുത സേവനമാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഓർക്കുന്നുണ്ടാവും 7:14 ഭഗവാൻ പറഞ്ഞെന്താണ്? ദേവി കേശ ഗുണമയി മമമായ ദുരത്യ മമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിത്തെ അല്ലെ, മാം ഏവയെ പ്രപദ്യന്തേ. അപ്പോ ഭഗവാൻ പറയാണ്, എന്റെ ഈ 3 ദിവ്യ ഗുണങ്ങൾ അടങ്ങിയ ഭൗതിക പ്രകൃതിയെ അതിജീവിക്കുക എളുപ്പമല്ല. ആരാ പറഞ്ഞ? ഭഗവാൻ തന്നെ പറയാണ്. ഭഗവാന്റെ എനർജിയാണല്ലോ അത്. അതിജീവിക്കുക എളുപ്പമല്ല. എന്നാൽ എനിക്കായി സ്വയം സമർപ്പിക്കുന്നവർക്ക് അല്ലെ, ഫുള്ളി സറണ്ടർ ചെയ്യുന്ന ആൾക്കാർക്ക് അത് നിഷ്പ്രയാസം സാധിക്കും എന്നാണ് ഭഗവാൻ തന്നെ പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആണ് ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. അപ്പൊ നമ്മൾക്കറിയാം അത് എളുപ്പത്തിൽ ഭഗവാനിലൂടെ പോകാതെ, കാരണം ഭഗവാൻ ഈ ത്രിഗുണങ്ങൾക്ക് അതീതനാണ്, ഭഗവാനിലൂടെ പോകാതെ നമുക്കതൊരിക്കലും സാധിക്കില്ല എന്നുള്ള കാര്യം മാം ഏവയെ പ്രപദ്യന്തെ എന്ന് പറഞ്ഞു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എത്ര മനസ്സുറച്ച ഒരാളാണെങ്കിൽ പോലും നമ്മൾ തീരുമാനം, ഞാൻ സത്വഗുണത്തിലാണ് വർദ്ധിക്കുന്ന ആൾ, എനിക്ക് തമോ ഗുണങ്ങളില്ല, രജോ ഗുണങ്ങളില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആ ഗുണങ്ങളിൽ നിന്നും ഇടപഴകാതെ മാക്സിമം സത്വഗുണത്തിൽ തന്നെ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. വളരെ സാത്വികമായിട്ടുള്ള കാര്യങ്ങൾ, ആഹാരമായാലും പ്രവൃത്തി ആയാലും എല്ലാത്തിലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു പതനം അല്ലെങ്കിൽ ഒരു വീഴ്ച വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. എപ്പോ വേണമെങ്കിലും ആൾക്കത് സംഭവിക്കാം. അപ്പോ നമ്മൾ എത്ര ഉറച്ച മനസ്സിലുള്ള ആൾക്കാർക്കും ത്രിഗുണങ്ങളുടെ പ്രഭാവത്തിൽ ആള് വ്യതിചലിക്കപ്പെടാം. അപ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാനിലേക്ക് ഫോക്കസ് ചെയ്യണം. നമുക്കറിയാം അല്ലെ, നമുക്ക് എവിടെയെങ്കിലും ഒരു പിടി വേണം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, നമ്മളൊരു ബസ്സിൽ ഇരിക്കുകയാണ് അല്ലെ, റൂഫ് ഇല്ലാത്ത ഒരു ബസ്. ആ ബസ്സിനകത്ത് റൂഫ് ഇല്ലാന്ന് വിചാരിക്കുക, സീറ്റ് ഉണ്ട്, പിടിച്ചൊക്കെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ആ ബസ് ഇങ്ങനെ നമ്മുടെ പണ്ടത്തെ ആ ലുലു മാളിൽ നിന്ന് ഇങ്ങോട്ടുള്ള റോഡ് ആലോചിച്ചാൽ മതി. എന്റെ മോൻ പറയുന്നത് 3 പറയും, 3-ലെ. കാരണം 3-ൽ ഇങ്ങനെ കുഴി താഴ്ചയാണ്, കാരണം കാറെല്ലാം ഇങ്ങനെ എടുത്തു മതി, കുഴികളാണ്, ഫുൾ കുഴി, ഫുൾ മോശമാണ്. അപ്പോ
അതുപോലെ ഒരു സ്ഥലത്ത് നമ്മളൊരു ബസ്സിലിരുന്ന് പോയാൽ എന്ത് സംഭവിക്കും? നമ്മളിങ്ങനെ ആകെ തലയെ കാട്ടിച്ച് അല്ലെ, അങ്ങനെ ഭയങ്കര പൊക്കായിരിക്കും ആ ബസ് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ. അങ്ങനെ പോകുന്ന ബസ്സിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുകളിലൊരു ഹെലികോപ്റ്റർ വന്നിട്ട് അതിൽ നിന്നൊരു റോപ്പിൽ ഒരു ചെയർ ഇട്ട് തരും. ആ ബസ്സിന് റൂഫില്ലല്ലോ, അപ്പൊ നേരെ വരുന്നു, നമ്മൾ ഈ ചെയറിൽ നിന്ന് ആ ചെയറിലേക്ക് മാറിയിരിക്കുക, എന്നിട്ട് ബസ്സിൽ തന്നെ നമ്മൾ പോവുക. അപ്പൊ ബസ് കുലുങ്ങി മറിഞ്ഞാലും നമ്മളെ കുലുക്കം ബാധിക്കോ? ഇല്ല. കാരണം എന്താ, നമ്മൾ ആ ഹെലികോപ്റ്ററുമായിട്ടൊരു ലിങ്ക് കിട്ടുന്നത് അല്ലെ, നമ്മൾ സീറ്റ് മാറി. അപ്പൊ ബസ്സിൽ ഇരിക്കുന്നത് എവിടെയാണ്? നമ്മൾ ബസ്സിൽ തന്നെ ഇരിക്കുന്നത് അല്ലെ. സഞ്ചാരം ബസ്സിലാണ്, പക്ഷെ നമുക്ക് കുലുക്കം ബാധിക്കുന്നില്ല. അതുപോലെ ആയിരിക്കണം നമ്മൾ. അപ്പൊ ഭൗതികത നമ്മുടെ ചുറ്റും കിടന്ന് തലകുത്തി മറിഞ്ഞാലും നമ്മൾ ഭഗവാനിലേക്ക് ഒരു കണക്ഷൻ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നമാവില്ല. അപ്പൊ അതുപോലെ നമുക്ക് കുലുങ്ങാതെ ആ സഞ്ചാരം നമുക്ക് തുടരാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാന കാര്യം. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിനെ ഉറപ്പിച്ച് കൃഷ്ണാവബോധത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ കൃഷ്ണൻ എന്താണ്? സച്ചിദാനന്ദ വിഗ്രഹനാണ് അല്ലെ, സച്ചിദാനന്ദ വിഗ്രഹ രൂപനാണ്. അപ്പൊ വിഗ്രഹമാണ്, രൂപമാണ്. അപ്പൊ സത്തുണ്ട്, ചിത്തുണ്ട്, ആനന്ദമുണ്ട് അല്ലെ. എക്സ്റ്റേണലാണ്, പിന്നെന്താണ് എന്താ പറഞ്ഞ അല്ലെ, എന്താ പറഞ്ഞ ആനന്ദം അല്ലെ, ഏറ്റവും എക്സ്ട്രീം ആനന്ദമാണ്. പിന്നെ ജ്ഞാനമാണ് അല്ലെ, നോളജ് ആണ്. അപ്പോൾ ഭഗവാന് എറ്റേണൽ പൊട്ടൻസിയാണ്, നോളജ് പൊട്ടൻസിയാണ്. പിന്നെ ഭഗവാന്റെ ആനന്ദം അല്ലെ, പരമാനന്ദമാണ് ഭഗവാന്റെ ബ്ലിസ്, അതൊരു പൊട്ടൻസി. അപ്പൊ ഈ ഭഗവാന്റെ അംശമാണ് നമ്മൾ എന്നുള്ളതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആത്മാവിനെ കുറിച്ച് പഠിച്ചപ്പോൾ എല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലെ, വിശദമായിട്ട് നമ്മൾ പഠിച്ചു. അപ്പോ നമ്മൾ അത്രയും ഫോക്കസ് ചെയ്ത് ഭഗവാനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ ഭക്തി സേവനം തുടരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഭഗവാന്റെ ക്വാളിറ്റീസ് നമുക്ക് ലഭിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മളും ആ സച്ചിദാനന്ദ ക്വാളിറ്റികളിലേക്ക് നമ്മൾ ചെല്ലും എന്നുള്ളതാണ്. അപ്പൊ അതെല്ലാം നമ്മളിൽ തെളിഞ്ഞു വരും. അപ്പൊ അതിനകത്ത് പ്രഭാത് ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, സ്വർണ്ണ ഖനിയുടെ അംശം. അതായത് ഒരു സ്വർണ്ണം ഖനി അല്ലെങ്കിൽ സ്വർണ്ണം ഖനി വരെ പോകണം. ഇപ്പൊ സ്വർണ്ണം റിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് അതിന് ഓരോരോ ചെറിയ ഇങ്ങനെ പറന്നു പോകും അല്ലെ. ഈ സ്വർണ്ണം റിപ്പയർ ചെയ്യുന്ന അവര് മാലയൊക്കെ ഇത് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പീസൊക്കെ അവിടെയൊക്കെ പറന്നു വീഴും. അപ്പൊ അതവിടെ പണ്ട് ഈ ഭൂമിയിലാണ് വീഴുന്നത്. ആ ഭൂമി ക്ലീൻ ചെയ്ത് അതിൽ നിന്ന് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിൽ നിന്ന് കുറെ ഭയങ്കര എഫർട്ടാണ്, പക്ഷെ അതിൽ നിന്ന് സ്വർണ്ണം അവർക്ക് കിട്ടും. അപ്പൊ ഞാനൊരു ദിവസം ഒരാളെ കണ്ടു. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചാണ് ഇങ്ങനെ കുറെ നാൾ കൂടിയിട്ട് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ചോദിച്ചു എന്താണ് ജോലി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ഈ ഇവരുണ്ടല്ലോ ഈ എന്താ പറയുക തട്ടാന്മാരില്ലേ ഇത് ചെയ്യുന്നത്, സ്വർണം പണിക്കാരുടെ കയ്യിൽ നിന്ന് അവർ പണി കഴിയുമ്പോൾ അവർ ഈ ഉമി ഇങ്ങനെ ഉണ്ടാവും, അതിലാണ് അവർ സ്വർണ്ണം ഇങ്ങനെ കത്തിച്ച് ഇതാക്കിയിട്ട് ഇങ്ങനെ ഷേപ്പൊക്കെ ആയിരുന്നു. ആ ഉമി അവർ കുറെ കാലം കഴിയുമ്പോൾ മാറ്റും. ആ മാറ്റണ ഉമി കോൺട്രാക്ട് എടുക്കില്ല. കോൺട്രാക്ടർ അത് പോയി ചാക്കിലാക്കി വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവരെല്ലാവരും കൂടെ അതെന്തോ ഒരു ചെയ്തിട്ട് അതിൽ നിന്ന് വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്വർണ്ണ തരി കിട്ടുന്നവരാണ് അത്. അപ്പൊ ഞാൻ ചോദിച്ചു അതിലൊക്കെ വല്ലതും കിട്ടുമോ? കാരണം അവരങ്ങനെ കളയില്ലല്ലോ അതിൽ നിന്ന്. പക്ഷെ അതിൽ വരും എന്ന് പറഞ്ഞു. അതിലെങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞു അത് ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിക്കും, എന്ത് ഭാര്യയും ഭർത്താവും പിള്ളേരും എല്ലാവരും ഇരുന്നിട്ട് എന്തോ ചെയ്യും, അത് ഞാൻ മറന്നുപോയി. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു മാസമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എത്ര മില്ലിഗ്രാമാന്ന് പറയാൻ പറ്റില്ല, മൈക്രോഗ്രാം അത്രയും അത് കിട്ടും. അപ്പൊ നോക്കുക ആ ഒരു അല്ലെ ആ ഒരു ഇതിന് വേണ്ടി അതുപോലെ. അപ്പൊ ആ ഒരു തരി എടുത്താൽ പോലും എന്താണ് അതിന് ആ സ്വർണത്തിന്റെ എല്ലാ ക്വാളിറ്റീസും ഉണ്ട് അല്ലെ. ഒരു തരി, അതുകൊണ്ടാണല്ലോ അത്രയും കഷ്ടപ്പെടുന്നത്. കാരണം ആ വലിയ സ്വർണത്തിന്റെ അല്ല, അതുപോലെയാണ് നമ്മള് അല്ലെ. നമ്മളെ ജീവാത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ അംശമാണ്. അപ്പൊ ഈ സച്ചിദാനന്ദം ആ ജീവാത്മാവിലുണ്ട്. അപ്പൊ നമ്മൾ ഈ ഭഗവാനിൽ ഫോക്കസ് ചെയ്ത് ഭഗവത് സേവനം ചെയ്യുമ്പോൾ ത്രിഗുണങ്ങളോട് നോ പറഞ്ഞു ഭഗവാനിലേക്ക് യെസ് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് നമ്മളിൽ ഉള്ളിലുള്ള ഈ ഗുണം തെളിഞ്ഞു വരാൻ തുടങ്ങും. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാവും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ അവ്യക്തിഗതവാദികൾ പറയുന്ന പോലെ നമ്മൾ ഈ പറയില്ലേ ഓരോ കടലിലെ ഒരു വെള്ളം തുള്ളി എടുത്താൽ അതില് കടലിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട് എന്ന് പറയുന്ന പോലെ, പക്ഷെ ആ വെള്ളത്തുള്ളി പോയിട്ട് കടലിൽ പോയി ലയിക്കുന്ന പോലെയല്ല നമുക്ക് സംഭവിക്കുന്നത്. നമുക്കറിയാം അല്ലെ, വ്യക്തിത്വമുണ്ട് അല്ലെ, ഇൻഡിവിജ്വൽ ആണ്, ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആണ്, ഇൻഡിവിജ്വാലിറ്റി നിലനിർത്തും. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് മനസ്സിലാക്കുന്നത് ഭഗവാൻ ഒരു വ്യക്തിത്വമാണ് അല്ലെ. ഭഗവാൻ ഒരു പേഴ്സണാലിറ്റിയാണ്, ഒരു വ്യക്തിത്വമാണ്. നമ്മളും ഓരോ ജീവാത്മാക്കളും ഓരോ വ്യക്തികളാണ്. ഒരിക്കലും ഒരു ജീവാത്മാവ് ചെന്നിട്ട് ഭഗവാനിൽ പോയി ലയിച്ച് മെർജായി ഒന്നായി മാറുന്നില്ല. ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തി അവിടെയുണ്ട്, ജീവാത്മാവ് എന്നുള്ള വ്യക്തികൾ എല്ലാവരും അവിടെയുണ്ട്. നമുക്ക് ഭഗവാൻ ഭക്തി സേവനം ചെയ്തിട്ട് എനിക്ക് ഭഗവാനിൽ പോയി ലയിക്കണം എന്നാവരുത് നമ്മുടെ പ്രാർത്ഥന അല്ലെ. അത് നമുക്കറിയാം, നമ്മളത് ചെയ്യുന്നില്ല. അത് അവ്യക്തിവാദികളാണ്. അവര് ബ്രഹ്മാനന്ദം അവർക്ക് വേണ്ടതാണ്, ബ്രഹ്മനിൽ ലയിക്കലാണ്. പക്ഷെ അവിടെയും ലയനം നടക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മാത്രം. കാരണം
നമ്മൾക്ക് ഒരു ഭക്തിയോഗം അല്ലെ, നമ്മൾ 12ാമത് അധ്യായം നമ്മൾ ഭക്തിയോഗം, ഭക്തിയോഗത്തിന് നമുക്ക് എന്ത് വേണം? വ്യക്തിഭേദം ആവശ്യമാണ് അല്ലെ. ഒരു ഭക്തി എന്ന് പറയുന്ന 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭക്തിക്ക് 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഭഗവാൻ അല്ലെ, ഒന്ന് ഭഗവാൻ, പിന്നെ എന്താണ്? ഭക്തൻ അല്ലെങ്കിൽ ഭക്ത. 2, മൂന്നാമത്തെ എന്താണ്? ആ ഭഗവാനും ഭക്തനും തമ്മിലുള്ള പരമമായ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ പ്രേമം, അതാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ, ഭക്തൻ, ഭക്തി, ഇത് 3ഉം വരുന്നാലേ അവിടെ ഭക്തി ഉള്ളൂ, അല്ലെങ്കിൽ ഭക്തിയുടെ സേവനം ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഭക്തൻ കയറി ഭഗവാനിൽ മെർജായാൽ പിന്നെ മൂന്നാമത്തെ ഫാക്ടറിന് എക്സിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല അല്ലെ. അത് രണ്ടും ഒന്ന്, ഇത് രണ്ടും ഇങ്ങനെ നിന്നാലേ അവർ തമ്മിലൊരു പരസ്പര ബന്ധമുള്ളൂ. ആ ഒരു ഭക്തി എന്ന് പറയുന്നത് അതിലൂടെയാണ് ഈ ഹാപ്പിനെസ് ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു വീട്ടിലെ അച്ഛൻ, അമ്മ, മക്കളെല്ലാവരും ജീവിക്കുന്നു, ഭാര്യ, ഭർത്താവ്, പല പല ബന്ധങ്ങളാണ്. അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അങ്ങനെ കിട്ടും. ആ വീട്ടിൽ ഇപ്പോ മാതാജിമാരാണെങ്കിൽ ആഹാരം ഉണ്ടാക്കുന്നു, അപ്പൊ ആരും ആഹാരം ഉണ്ടാക്കുന്നില്ല എന്ന് പറയില്ല, ആഹാരം ഉണ്ടാക്കുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ വീട്ടിലെ സംബന്ധമായ എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുമ്പോൾ എല്ലാവർക്കും അതിൽ നിന്നൊരു നമ്മൾ അറിയാതെ എന്താ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് അല്ലെ. ആ ഹാപ്പിനെസ് ഇല്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നില്ലല്ലോ. നമ്മൾ പൊതുവെ ഇപ്പൊ നമ്മളിവിടെ സത്സംഗത്തിൽ വരുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് എന്തുകൊണ്ടാണ്? ആ ഒരു പൊട്ടൻഷ്യലുള്ള അല്ലെ, അങ്ങനെയുള്ള ആ പ്യുവർ സോൾസിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ഹാപ്പിനെസ് കിട്ടില്ല. അപ്പൊ ആ ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ആ പരസ്പര സേവനം ചെയ്യുന്നുണ്ട് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല നമ്മൾ സേവനം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മൾ ഭഗവാനെ നമ്മൾ ഭക്തി സേവനം, ഭഗവാനെ നമ്മൾ സേവിക്കുമ്പോൾ അതിൽ നിന്നാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്. ഭഗവാന്റെ ടോട്ട് പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കും? അവിടെ ഒരു വ്യക്തിഭേദം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭക്തി ഇല്ല. അപ്പോ ഭക്തി യോഗ അവിടെ വരുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു പോയിന്റ്. അപ്പൊ വീണ്ടും ഇത് രണ്ടും ഒന്നാവുക എന്ന് പറഞ്ഞത് നമുക്ക് വീണ്ടും എന്താണ്? സ്പിരിച്വൽ സൂയിസൈഡ് തന്നെയാണ്. കാരണം അവിടെ എന്താണ്? അവിടെ ഭക്തി ഇല്ലാണ്ടാവുകയാണ്. കാരണം അവിടെ നമ്മൾ പോയി രക്ഷപ്പെടാൻ നോക്കണം, എവിടെയെങ്കിലും ലയിച്ചു ചേരുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ത്രിഗുണങ്ങളുടെ ഒരു വലിയ ട്രാപ്പാണ് ഇത്. നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഒരുപാട് സ്പിരിച്വൽ നോളജ് ഉള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. പക്ഷെ അവരുടെ ലക്ഷ്യം എന്തായിരിക്കും അറിയോ? ബ്രഹ്മാനന്ദമായിരിക്കും. എന്താ വെച്ചാൽ എനിക്ക് ഭഗവാനിൽ ലയിക്കണം. ഒരുപാട് പാട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, പാട്ട് കേൾക്കാനൊക്കെ നല്ല രസമായിരിക്കും അല്ലെ. ഭഗവാന്റെ പാട്ടുകൾ ഒരുപാടുണ്ടാവും. പക്ഷെ അതിനിടയിലൊക്കെ കയറി വരും എനിക്ക് ഭഗവാനിൽ ലയിക്കണം എന്നുള്ള വരികളൊക്കെ കയറി വരും. ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്. പണ്ട് നമ്മൾ ശ്രദ്ധിക്കില്ല, ഇപ്പൊ നമ്മളത് ശ്രദ്ധിക്കും. കാരണം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ അതിനകത്ത് പറയും എനിക്ക് ഭഗവാൻ അങ്ങനെ അലിഞ്ഞു ചേർന്നാൽ മതി എന്നൊക്കെ ഉള്ള പാട്ടുകൾ വരുമ്പോൾ നമുക്കത് പാടാൻ തോന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അത് സ്പിരിച്വൽ സൂയിസൈഡ് തന്നെയാണ്. അത് എന്താ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ത്രിഗുണങ്ങൾ തന്നെയാണ് അവിടെ. ഇപ്പൊ ത്രിഗുണങ്ങൾ നമുക്ക് ഒരു കെണിയിൽ ഇടും നമ്മളെ. കാരണം നല്ലോണം നോളജൊക്കെ തന്നിട്ട് നമുക്ക് എവിടെ കൊണ്ടിടും? നമ്മളെ ഈ എന്താ പറയുക, ഭഗവാനിൽ ലയിച്ചു ചേരുന്ന കാര്യത്തിലേക്ക് ഇടും. അപ്പൊ നമ്മൾക്ക് ഭക്തി എന്ന് പറയുന്ന ഇതില്ല, ഭഗവത് സേവനം അവിടെ ഇല്ലാണ്ടാവുകയാണ് അവിടെ സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ അതാണൊരു ത്രിഗുണങ്ങൾ ചെയ്യുന്ന മറ്റൊരു കെണി നമുക്ക് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെ ഈ സ്റ്റേജിൽ എത്താം? എങ്ങനെ ഈ കൃഷ്ണനിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നുള്ള ഫുള്ളി കൃഷ്ണാവബോധമുള്ള സ്റ്റേജിൽ നമുക്ക് എത്താം? അപ്പോൾ അതിനാണ് ഭഗവാൻ പറയുന്നത് ഏത് സാഹചര്യത്തിലും പിഴയ്ക്കാതെ ഭക്തിയുടെ സേവനം ചെയ്യാമെന്ന്. അപ്പൊ നമ്മളിവിടെ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളൊരു പ്രധാന പോയിന്റ് ഉണ്ട് അല്ലെ. ഇതെല്ലാം പറയാൻ നമുക്ക് എളുപ്പമാണ്, ഏത് സാഹചര്യത്തിലും പിഴയ്ക്കാതെ, ശരിയാണ്. ഭക്തിപൂർവ്വം ഭഗവത് സേവനം ചെയ്യുന്നവർക്ക് അതും ശരിയാണ്. പിന്നെ ഉള്ളത് റിസൾട്ടാണ്, വേഗത്തിൽ അല്ലെ ത്രിഗുണങ്ങളെ അതിക്രമിച്ചു. പക്ഷെ ഏത് സാഹചര്യത്തിലും പിഴയ്ക്കാതെ ഭക്തിക സേവനം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതെങ്ങനെ ചെയ്യും? അപ്പൊ അതിന് നമുക്ക് ആരുടെ സഹായം വേണം? നമുക്ക് ഗുരുവിന്റെ സഹായം കൂടിയുണ്ട്. അപ്പൊ ആത്മീയ ഗുരു നമുക്ക് വളരെ പ്രധാനമാണ്. അപ്പൊ ഗുരു ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ നമ്മൾക്ക് ഗുരുവിനെ നമ്മൾ കണ്ടെത്തി ഗുരുവിന്റെ ദീക്ഷ എടുത്ത് നമ്മൾ ഗുരുവിന് സറണ്ടർ ചെയ്യും. അപ്പൊ നമ്മൾക്ക് ഏറ്റവും പ്രധാന കാര്യമാണ് നമുക്കൊരു ഗുരു, ദീക്ഷാഗുരു ഉണ്ടായിരിക്കും. അപ്പൊ ഗുരുവിൽ നിന്ന് ദീക്ഷ എടുക്കുക, ഗുരു പറയുന്നത് എന്താണ് നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പോയിന്റ്. അപ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഗുരുവിനെ നമ്മൾ സേവിക്കുമ്പോൾ നമുക്ക് സേവന മനോഭാവം, നമുക്ക് അല്ലെങ്കിൽ സേവാ മനോഭാവം, അല്ലെങ്കിൽ സേവന മനോഭാവം നമ്മൾക്ക് പതുക്കെ വളർന്നു വരും. അപ്പോൾ നമ്മൾക്ക് പ്രകൃതിയുടെ ത്രിഗുണങ്ങളുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഘടകം എന്നാണ് ഒരു ഗ്ലൂ ഉണ്ട് അവിടെ ഒട്ടിച്ചു വയ്ക്കുന്നത്. നമ്മളെ പ്രകൃതിയുടെ ത്രിഗുണങ്ങളുമായിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന ഒരു ഗ്ലൂ ഉണ്ട്. അത് ഏതാണ് ഗ്ലൂ? നമ്മളുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻസ് അല്ലെ. നമ്മൾ എന്തുകൊണ്ടാണ് ത്രിഗുണങ്ങളുടെ കാര്യത്തിൽ പോകുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങളിലേക്ക് മറിയുന്നത്? കാരണം നമുക്കൊരു ഇന്ദ്രിയ സംതൃപ്തിയുടെ പോയിന്റ് അവിടെ വരുന്നതുകൊണ്ടാണ് അല്ലെ. ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഇന്ന് ഞാൻ ഇന്ന ആഹാരം വളരെ ഇതായിട്ട് കഴിക്കാൻ തോന്നുക എന്ന് പറയുമ്പോഴാണ് അവിടെ ഒരു പുതിയ ഹോട്ടൽ തുറന്നത്, അവിടെ ഭയങ്കര ഡെലീഷ്യസ് എന്ന് കാണുമ്പോൾ
കഴിച്ചാലോ എന്നൊരു തോന്നൽ വന്നാൽ എന്ത് പറ്റി? നമ്മൾ അവിടെ വിട്ടു അല്ലെ, ഫോക്കസ് എങ്ങോട്ട് മാറി? കോൺഷ്യസ്നെസിന്റെ ആരോ എവിടേക്ക് പോയി? ഭഗവാനിന്റെ പതുക്കെ എങ്ങോട്ട് പോയി? ത്രിഗുണങ്ങളിലേക്ക് കടന്നു. ത്രിഗുണങ്ങളിലേക്കാണ് പോകുന്നത്. കാരണം ത്രിഗുണങ്ങളാണ് നമ്മളത് മോഹിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ അതിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നാച്ചുറലായിട്ട് സേവന മനോഭാവം കുറയും. സേവന മനോഭാവത്തിന്റെ റീഡിങ് കുറയും. പകരം എന്ത് വരും? സെൻസ് ഗ്രാറ്റിഫിക്കേഷന്റെ റീഡിങ് കൂടും. അപ്പോ നമ്മുടെ ഒരു ആത്മീയ ഗുരുവിന് സറണ്ടർ ചെയ്തിട്ട് നമ്മള് ഗുരു പറയുന്നതെല്ലാം അതേപടി അനുസരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളിലെ സേവന മനോഭാവം കൂടി വരും. സേവന മനോഭാവം കൂടുമ്പോൾ എന്ത് കുറയും? ഒരു ഓപ്പോസിറ്റ് സാധനമാണ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. അതായത് ഇന്ദ്രിയ സംതൃപ്തി അല്ലെങ്കിൽ ഇന്ദ്രിയ സംതൃപ്തിയായി ചെയ്യുന്ന കാര്യങ്ങൾ കുറയും. അപ്പൊ സേവന മനോഭാവം കൂട്ടുതോറും ഇന്ദ്രിയ സംതൃപ്തി അല്ലെങ്കിൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ കുറഞ്ഞു വരും. ഇന്ദ്രിയ സംതൃപ്തി അല്ലെങ്കിൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് നമ്മളെ ഒരു പശ പോലെ ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളും ഭൗതിക പ്രകൃതിയൊക്കെ ആയിട്ട് ഒട്ടിപ്പിടിച്ച് നിർത്തുന്നത്. അപ്പൊ അതിന്റെ തിക്നെസ് കുറഞ്ഞ് അത് തീരെ ഇല്ലാണ്ടാവും. അപ്പൊ നാച്ചുറലായിട്ട് നമ്മൾ അവിടുന്ന് ഡിറ്റാച്ചോ ഭൗതിക. അപ്പൊ എത്രത്തോളം നമ്മൾ ആത്മീയ ഗുരുവിന് സറണ്ടർ ചെയ്ത് ഗുരു പറയുന്നത് അതേപടി അനുസരിച്ച് ഭക്തി സേവനത്തിൽ പ്രോഗ്രസ് ചെയ്യുന്നു, അത്രയും നമ്മളിൽ സേവന മനോഭാവം അത്രയും വളർന്നു വരികയും ആ സേവന മനോഭാവം വളർന്നു വരുന്നതിനൊപ്പം സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ കുറഞ്ഞ് പൂജ്യമായിട്ട് നമ്മൾ ഭൗതികതയിൽ നിന്ന് ഡിറ്റാച്ച് ആവുകയും ചെയ്യും. അതാണ് ഭഗവാൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ സർവീസ് മോഡ് വളരുമ്പോൾ നമ്മുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷന്റെ മൂഡ് കുറഞ്ഞ് വരും, ഇല്ലാണ്ടാകും. അപ്പോൾ അതാണ് നമ്മൾ സെൽഫ്ലെസ് സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളവിടെ ചിന്തിക്കേണ്ടത് എന്താണ്? ഞാൻ എൻ്റെ ഗുരുവിന്റെ ദാസനാണ് അല്ലെ. നമ്മൾ ഗുരുവിന് സറണ്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ ഗുരു പറയുന്ന എല്ലാം നമ്മൾ ചെയ്യാം അല്ലെ. നമ്മൾ ആദ്യം ഗുരുവിനാണ് നമ്മൾ സറണ്ടർ ചെയ്യുന്നത്. അപ്പൊ ഗുരു പറയുന്നത് എല്ലാം നമ്മൾ ചെയ്യാം. ഞാൻ എൻ്റെ ഗുരുവിന്റെ ദാസനാണ്, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമാണ് എൻ്റെ ലൈഫ് ആൻഡ് സോൾ. അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഗുരു പറയുന്നതെല്ലാം ചെയ്യുക, വേറൊന്നും ചെയ്യാനില്ല. അപ്പൊ ത്രിഗുണങ്ങൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ വളരെ ഫോക്കസ് ചെയ്ത് ഗുരു പറയുന്നത് മാത്രം ചെയ്തു പോവാന്ന് വിചാരിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഗുരു പറയുന്നത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ, അതെല്ലാം അനുസരിച്ച് പോകുമ്പോൾ ത്രിഗുണങ്ങൾ അതിൻ്റെതായ പല വിദ്യകളും എടുത്തു നോക്കും. പക്ഷെ നമ്മൾ എന്ത് പറയുന്നു? ഇല്ല, ഗുരു പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇതിലേക്ക്. അപ്പൊ ത്രിഗുണങ്ങൾ എന്ത് ചെയ്യും? ത്രിഗുണങ്ങൾ നമ്മളെ അതും ദൂരേക്ക് പോയില്ല. അവര് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ലെ, അവര് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ അതിൽ പോയി വീഴുന്നില്ല. കാരണം നമ്മളുടെ ഫോക്കസ് എങ്ങോട്ടാണ്? നമുക്ക് ഒറ്റ സ്ഥലത്തേക്കുള്ളൂ, ഗുരുവിന്റെ സേവനം. അപ്പൊ സേവന മനോഭാവം അങ്ങനെ കൂടി വരുമ്പോൾ നമ്മൾ നാച്ചുറലി ഗുരു നമ്മളെ എന്താ ചെയ്യുന്നത്? കൈ പിടിച്ച് നമ്മൾ ഭഗവാനെ സേവിക്കാനുള്ള പരിശീലനമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് തീർച്ചയായും ഭഗവാനിലേക്ക് അടുത്തടുത്ത് പോകാൻ നമുക്ക് സാധിക്കും. അപ്പൊ മായയിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. അപ്പോ ത്രിഗുണങ്ങൾ അവരുടെ പണി തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഗുരുവിന്റെ നിർദ്ദേശങ്ങളിൽ മനസ്സുറപ്പിച്ചിരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ത്രിഗുണങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ത്രിഗുണങ്ങൾ ഒരു രീതിയിൽ അവർക്കൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഇയാളിന് സാധിക്കില്ല. കാരണം അയാൾ ഭഗവാനിൽ അല്ലെങ്കിൽ ആത്മീയ ഗുരുവിൽ അത്രയും മനസ്സുറപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ആത്മീയ ഗുരുവിനെ സ്വീകരിക്കുക, അതിൽ ഭഗവാന് വിനയപൂർവ്വം അദ്ദേഹത്തെ സേവനം ചെയ്യുക, അങ്ങനെ സേവന മനോഭാവം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പിന്നെ ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ ലൈഫ് ആൻഡ് സോളാക്കി നമ്മൾ മാറ്റുക, അത് നമ്മളെ ഗുരുവിലേക്ക് അടുപ്പിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വളരെയധികം ഒരു ജീവിത ഭാഗ്യം എന്ന് തന്നെ പറയാനല്ലേ. നമുക്ക് എന്താണ്? ശ്രീല പ്രഭുപാദർ ഉള്ളത് കൊണ്ട് നമുക്ക് ആ മാർഗങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് എല്ലാം വളരെ നല്ല രീതിയിൽ നമുക്കത് എഴുതപ്പെട്ട് തന്നിട്ടുണ്ട്. നമുക്ക് അതിനുള്ള പുസ്തകമുണ്ട്, എല്ലാം. അപ്പൊ നമുക്ക് വേറെ വഴികളൊന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈ ശ്ലോകത്തിൽ വീണ്ടും പറയാണ്, മാം ചയോ അവ്യഭിചാരേണ ഭക്തിയോഗേണ സേവതേ സഗുണാൻ സമതീത എഴുതാൻ പ്രേമഭൂയായ കൽപ്പത. അതായത് ഏത് പരിസ്ഥിതിയിൽ പിഴയ്ക്കുക. അപ്പോൾ ഏത് സിറ്റുവേഷൻസിലും നമ്മൾ വ്യതിചലിക്കാതെ ഭക്തിപൂർവ്വം ഭഗവത് സേവനം ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തിങ് എന്താണ്? നമ്മൾക്ക് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല അല്ലെ. നമുക്ക് സത്സംഗം ആവശ്യമാണ്. പിന്നെയുള്ളത് പ്രധാനമായിട്ടുള്ളത് ഗുരുവിനെ ആവശ്യമാണ് അല്ലെ. ഗുരുവിന് മാത്രമേ നമ്മൾക്ക് ഇതിൽ നിന്ന് കരകയറ്റാൻ സാധിക്കും. കാരണം നമ്മൾ ഗുരുവിനെ സേവനം ചെയ്യുമ്പോൾ നമ്മുടെ സർവീസ് മൂഡ് നമുക്ക് ഇൻക്രീസ് ആയി വരുമ്പോൾ സെൻസ് ഗ്രാറ്റിഫിക്കേഷന്റെ കുറഞ്ഞു വരും. അത് നമ്മളുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ നമ്മുടെ ഒരു ഗ്ലൂ ആണെന്ന് വിചാരിക്കുക, ഭൗതികതയായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന ഗ്ലൂ. അപ്പൊ അതിന്റെ തിക്നെസ് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ട് അതിന്റെ ഡിറ്റാച്ച്മെന്റ് സാധിക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഈ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ത്രിഗുണങ്ങളുടെ മുകളിൽ പോയിട്ട് നമുക്ക് ഈ ബ്രഹ്മപദത്തിൽ എത്താൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പിന്നെ രണ്ട് ഉപമകളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് നമ്മൾ നേരത്തെ പറയുന്നത് സ്വർണ്ണ ശകലങ്ങൾ, സ്വർണ്ണഖനിയുടെ അംശങ്ങളാണ് നമുക്കറിയാൻ ലഭിച്ചത്.
പിന്നെ രണ്ടാമത്തെ ഉപമ പ്രഭാതിലൂടെ പറഞ്ഞിരിക്കുന്നത് രാജാവിന്റെ സഹായിയാവാൻ ഉദ്യമിക്കുന്ന ഒരാൾ അതിനു വേണ്ടുന്ന ഗുണവിശേഷങ്ങൾ നേടണം എന്നുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പോ ഒരു ഭഗവാനെ നേരെ പോയി നമ്മൾ സേവനമല്ലല്ലോ ചെയ്യുന്നത് അല്ലെ. ഭഗവാനെ നമ്മൾ സേവിക്കണമെങ്കിൽ അതിന് ചില കാര്യങ്ങൾ നമ്മൾ അറിയണം. ഇപ്പൊ രാജാവ് അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഒരു ജോലിക്ക് നമുക്ക് ഇറങ്ങണമെങ്കിൽ അവിടെ കുറച്ച് ക്വാളിഫിക്കേഷൻസ് വേണം അല്ലെ. നമുക്ക് ആ ക്വാളിഫിക്കേഷൻസ്, എലിജിബിലിറ്റി, കുറെ ക്രൈറ്റീരിയ ഒക്കെ കിടന്നാൽ നമുക്ക് എവിടെയും ജോലി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഭഗവാനെ സേവിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം അല്ലെ, ആ ക്വാളിഫിക്കേഷൻസ് വേണം. ഗുരു നമുക്ക് ചെയ്തു തരുന്നതാണ്. അപ്പൊ നമ്മൾ ഗുരുവിനെ നമ്മൾ സേവിക്കുക വഴി നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് ചെയ്തു തരും. അപ്പൊ നമ്മൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, രാജാവിനെ സേവിക്കുന്ന സേവകനും ചില ഗുണങ്ങൾ വേണം. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഗുരുവിലൂടെ, ഗുരുവിന്റെ ആ കാരുണ്യത്തിലൂടെ നമുക്ക് ഭഗവാനെ സേവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പറപ്പെട്ടിലെ എല്ലാ പോയിന്റും കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗുണം കൊണ്ട് ഒരാൾ ബ്രഹ്മനാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യക്തിഗതമായ ജീവാത്മാവായിട്ട് നമ്മൾ നിലനിൽക്കും. നമുക്ക് ഒരിക്കലും ഭിന്നതയില്ല എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇതിൽ. കാരണം നമുക്ക് ഇപ്പോഴും ആ ഒരു ഭിന്നത ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ വ്യക്തി രണ്ടായിട്ട് നിന്നാൽ മാത്രമേ അവിടെ ഭക്തി എന്നുള്ളത് സാധ്യമാവൂ എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കുക. കാരണം ലയനം എന്നുള്ളൊരു കാര്യം അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ഒരു ഇപ്പോ നമുക്ക് ഇതിനകത്ത് ഒരു സംശയം വേണമെങ്കിൽ തോന്നാം. ഇവിടെ പറയുന്നുണ്ട് ഭൗതിക അതിന്റെ ബ്രഹ്മഭൂയായ കൽപ്പതയെ ബ്രഹ്മപദത്തിൽ എത്താമെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ചിലപ്പോൾ ഒരു സംശയം തോന്നാം, അതായത് ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് ബ്രഹ്മപദം എന്ന് പറയുന്നത് ഞാൻ ബ്രഹ്മനിലാണോ പോകാൻ പോണേന്നൊരു സംശയം അവിടെ വരാം. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എന്തായാലും ഭഗവാൻ അടുത്ത ഒരു ശ്ലോകം കൂടി കിട്ടുന്നു, 27 കൂടി കിട്ടുന്നു. അവിടെ ഭഗവാൻ അത് ക്ലാരിറ്റി. അതാണ് അവിടെ അതിനാണ് ഭഗവാൻ 27 വെച്ചിരിക്കുന്നത്. കാരണം അതൊരു സംശയത്തിന് സാധ്യത ഉണ്ട്, ആർക്കെങ്കിലും ഉണ്ടാവും ഒരു സംശയം. ബ്രഹ്മഭൂയായ കൽപ്പന ബ്രഹ്മപദത്തിൽ എത്താന്ന് പറയുമ്പോൾ ബ്രഹ്മപദത്തിലാണോ, ഭഗവാന്റെ അടുത്താണ് എനിക്ക് എത്തേണ്ടത്, അങ്ങനെ ഒരു സംശയം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ അത് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ശ്ലോകം കൂടി വെച്ചിട്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. 27 നമ്മളത് അടുത്ത തവണ കാണാം. ഹരേ കൃഷ്ണ. ഇന്നത്തെ എന്തെങ്കിലും ഉണ്ടോക്കി ചോദിക്കാം. ഹരേ കൃഷ്ണ. ഏത് സിറ്റുവേഷൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ലൈഫിൽ ചിലപ്പോൾ ഭയങ്കര സീരിയസ് സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ചാൻഡിങ്ങും കൂടി ഇങ്ങനെ വരും. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ പറ്റുക? അത് തന്നെയാണ് പ്രഭു ഇതിനകത്ത് ഇത് നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമത്. അതായത് നമ്മള് ആ ഒരു ഈ ത്രിഗുണങ്ങളെ അതിക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈസിയായ സ്റ്റെപ്പ് അല്ല. അതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഈ ഭൗതിക പ്രകൃതിയിൽ ജീവിക്കുന്നിടത്തോളം നമ്മൾക്ക് ചാൻഡിങ് നമ്മുടെ എല്ലാ ഭക്തിക സേവനത്തിനെയും അഫക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചുറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് ഓടി മാറിയിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു തന്നെ, നമ്മുടെ കർമ്മം നമ്മൾ ചെയ്തു തന്നെ പോകണം. പക്ഷെ നമ്മൾ അവിടെ നമ്മുടെ മനസ്സിനോട് പറയണം. അതിനാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുക. അപ്പൊ നമ്മൾ ജ്ഞാനത്തിലൂടെ ഭക്തിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ അല്ലെ. നമുക്ക് കർമ്മയോഗയുണ്ട്, ഭക്തിയോഗയുണ്ട്, ജ്ഞാനയോഗയുണ്ട് അല്ലെ. നമ്മൾ ഭഗവത്ഗീതയുടെ 3 തിരിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ 13 മുതൽ 18 വരെ ജ്ഞാനയോഗം. അപ്പൊ നമ്മളിപ്പോ ജ്ഞാനം നേടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇപ്പോ മുന്നത്തരത്തിലേക്കാണ് വരുന്നത്. ഇപ്പൊ നമ്മൾക്ക് ഇതൊന്നും അറിയില്ല. എത്രയോ ആൾക്കാർക്ക് ഭഗവത്ഗീത ഒന്നും വായിച്ചിട്ടില്ല, പക്ഷെ അവര് ഭഗവാനോട് അത്ര ഡീപ്പായിട്ടുള്ള ഭക്തിയിലായിരിക്കും അവര് അല്ലെ. അവര് ഭഗവാന്റെ പേര് പറഞ്ഞാൽ തന്നെ അവര് കരഞ്ഞു പോകും, അത്ര ഭക്തിയായിരിക്കും. ഭഗവത്ഗീത ചിലപ്പോൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. എന്താ കാരണം? അത് അവർക്ക് ജന്മജന്മാന്തരങ്ങളായിട്ട് വരുന്ന ഒരു ഭക്തിയാണത്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നേടുക. കാരണം നമ്മൾ ഏതോ ഒരു സമയത്ത് തുടങ്ങി. കാരണം നമുക്ക് മുജ്ജന്മ സുഹൃതം ഉള്ളതുകൊണ്ടാണ് നമുക്ക് എപ്പോഴെങ്കിലും തുടങ്ങാൻ സാധിച്ചത്, അല്ലെങ്കിൽ ഇതുപോലും കിട്ടില്ല അല്ലെ. അപ്പൊ നമ്മൾ അതിലേക്ക് വന്നു. പക്ഷെ നമ്മൾക്ക് ഭഗവാൻ പണി തന്നുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോ എനിക്ക് ഇന്ന് ഇവിടേക്ക് വരണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു കാര്യം ചെയ്യണം, ഭക്തി സേവനം ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുമ്പോഴായിരിക്കും നമുക്ക് ഇതുവരെ ഇല്ലാത്ത കുറെ പ്രശ്നങ്ങൾ തലവഴി വന്ന് വീഴുന്നത്. ഭഗവാൻ തരുന്നതാണ്. കാരണം നമുക്കത് കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് അങ്ങനത്തെ കുറെ പണികൾ നമ്മൾ ആരൊക്കെയോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് തിരിച്ചു വരും. നമുക്ക് അതുപോലെയാണത്. അപ്പൊ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്തതെല്ലാം നമ്മൾ ഇതുപോലെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്കറിയാലോ, ഫോർ എവറി ആക്ഷൻ ദെയർ ഈസ് ആൻ ഓപ്പോസിറ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം വരും. പക്ഷെ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ഈ ജ്ഞാനം ഉപയോഗിക്കണം. അപ്പൊ ജ്ഞാനം നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്താം. അപ്പൊ നമ്മൾ ചിന്തിക്കണം. ഈ ഒരു പ്രശ്നം വരുമ്പോൾ ചിന്തിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുക. ത്രിഗുണങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞിട്ടില്ല, ഇപ്പൊ നമുക്കൊരു ഭയങ്കരമായ ദേഷ്യം വരും ഒരു സമയത്ത്.
രാവിലെ നമ്മൾ വളരെ തത്വഗുണത്തിൽ നിൽക്കുമ്പോഴാണ് സംഭവം എന്തോ ഒരു കാര്യം നമുക്ക് എത്ര പിടിച്ചില്ല, നമുക്ക് പെട്ടെന്ന് അങ്ങനെ ദേഷ്യം ഇരച്ചു കയറുമ്പോൾ നമ്മൾ മനസ്സിൽ ഉടനെ ചിന്തിക്കുക തത്വ രജോ തമം. ഇപ്പൊ തത്വത്തിലായിരുന്നു ഇപ്പൊ രജോ കേടിക്കൊണ്ടിരിക്കുക, വേണ്ട ഒരു മാല എടുത്തിട്ട് ഒരു റൗണ്ട് ഒന്ന് ജപിച്ചു നോക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ നേരെ ഒന്ന് നോക്കിക്കൊണ്ട് ആൾട്ടറിൽ പോയിട്ട് ഒന്ന് 2-3 പ്രാവശ്യം ഒരു ഹരേ കൃഷ്ണ ഒന്ന് ചൊല്ലി നോക്കുക, കുറച്ച് വ്യത്യാസം വരും. ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ചെയ്യാം. കാരണം വെച്ചാൽ നമ്മൾ പ്രാക്ടീസാണ്, നമുക്ക് ഇതെല്ലാം പ്രാക്ടീസാണ്. കാരണം മറ്റത് വന്നുകൊണ്ടിരിക്കുമ്പോഴോ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അപ്പൊ നമുക്ക് അതിൽ നിന്നൊക്കെ ഡിറ്റാച്ച് ആവും. എന്നാണ് ഒരു പ്രഭു പറഞ്ഞു, എന്താണ് രാവിലെ 16 റൗണ്ട് മാല തീർക്കുന്നതാണ് പ്രഭു, പക്ഷെ ഇന്ന് എനിക്ക് മാലയുടെ കാര്യം ഒന്നും ഓർമ്മ വരുന്നില്ല, കാരണം എനിക്കൊരു ഇന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് നിത്യേന സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ടോട്ടലി നമ്മൾ ചിലപ്പോൾ അതെല്ലാം മാറ്റി പിന്നെ എല്ലാം കൂടി പിന്നീട് അല്ലെ എല്ലാ അരിയേഴ്സ് തീർക്കണ വേറെ ദിവസമായിരിക്കും, പിറ്റേ ദിവസമായിരിക്കും. കാരണം അതൊന്നും സംഭവിക്കും, സമയമില്ലാത്തതല്ല, നമ്മൾ അപ്സെറ്റ് ആയി പോകും. അപ്പൊ അതിനർത്ഥം വെച്ചാൽ നമ്മൾ ആ ലെവലിലേക്ക് വന്നിട്ടില്ല. അപ്പോ അത് നമുക്ക് അതിനാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നതും, അവിടെയാണ് നമുക്ക് ഗുരുവിന്റെ ഇതും. അപ്പൊ നമ്മള് പ്രഭാതന്റെ കാലിന്മ തന്നെ നമ്മൾ പിടിക്കുക, പ്രഭാതന്റെ പുസ്തകം നമ്മൾ പിടിക്കുക, ഇതെല്ലാം വായിക്കുക. ഭക്തിഗത സേവനം നമ്മൾ എത്രത്തോളം നമ്മുടെ സർവീസ് പല രീതിയിലാണ്, പുസ്തകം വായിച്ച് മാത്രമല്ല അല്ലെ, നമ്മള് പുക ഉണ്ടാക്കുന്നത്, ക്ലീൻ ചെയ്യുന്നത്, അത് ഇത് എല്ലാം എന്ത് കാര്യം ഭഗവാനുമായി ബന്ധപ്പെടുത്തി ഭഗവാനെ സെൻട്രലൈസ് ചെയ്ത് എന്ത് കാര്യത്തിൽ ചെയ്ത പ്രഭു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്ലോലി പോകും അല്ലെ. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാതെ ഒരു ദിവസം കൊണ്ട് ഇതൊന്നും മാറില്ല. അത് എല്ലാവർക്കും ഉള്ളൊരു പ്രഭു ചോദിച്ച ചോദ്യം എല്ലാവർക്കും ഭാഗമായിട്ട് കാര്യം അല്ലെ, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ വരുന്നതാണ്. കാരണം ചില സമയത്ത് നമുക്ക് ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. പക്ഷെ നമ്മൾ അവിടെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, പണ്ടത്തേതിൽ നിന്ന് നമ്മളൊന്ന് മെച്ചപ്പെട്ടു എന്നുള്ള കാര്യം എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഭയങ്കര മുൻകോപം എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്ക് കോപം എന്ന് പറഞ്ഞാൽ തന്നെ വരാറേ ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു ഉദാഹരണം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ എന്റെ വീട്ടിന്റെ ഡൈനിങ് ടേബിളിൽ വെള്ളം നിറച്ച ഒരു ബോട്ടില് 2-3 ബോട്ടില് മാതാജി എപ്പോഴും കൊണ്ട് വയ്ക്കും. അപ്പൊ അതിൽ അധികവും ഞാനാണ് വെള്ളം നിറച്ച് വെക്കാറ് ഒരു സമയത്ത്. അപ്പൊ വെള്ളം ഇങ്ങനെ നിറച്ച് വെക്കും, കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ വെള്ളമൊന്നും ഉണ്ടാവില്ല. വെള്ളം ആരെങ്കിലും കുടിച്ചിട്ടുണ്ടാവും വീട്ടിലുള്ളവർ. അതായത് എന്റെ അമ്മ, എന്റെ മദറിലുണ്ട്, മാതാജിയുണ്ട്, പിള്ളേരുണ്ട്, ഞാനും ഉണ്ട്. ചിലപ്പോൾ ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല ആദ്യം. അത് നമ്മൾ പ്രസാദം എടുത്ത് മിക്സ് ചെയ്ത് വെക്കുന്ന വെള്ളമായിരിക്കും പൊതുവെ, നമ്മുടെ രാവിലെ വെക്കുന്നത്, ഇത് തുളത്തി മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഈ 2-3 കുപ്പി എപ്പോൾ നോക്കിയാലും കാലിയായിരിക്കും. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, ഇതെന്താണ് ഈ വെള്ളം ഇങ്ങനെ വറ്റി പോകും, ഒരാൾക്കും ഇത് എടുത്തു വെക്കാൻ പറ്റില്ല. എന്നാൽ ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയാറുണ്ടായിരുന്നു, ഇപ്പോഴല്ല കുറെ മുന്നേ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പല ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈ വെള്ളം കുടിക്കുന്നത് ആരാണ്? എൻ്റെ അമ്മ അല്ലെ, ഭാര്യ, മാതാജി, മക്കള്, അവരാരാ? ഭഗവാന്റെ അംശം തന്നെ, ഞാനും ഭഗവാന്റെ അംശമല്ലേ. അപ്പൊ അതൊരു സേവനമല്ലേ ഞാൻ ചെയ്തു. അങ്ങനെ ചിന്തിച്ചു. അത് ചിന്തിക്കാൻ തോന്നിപ്പിച്ചത് എന്താണ്? ഇത് തന്നെയാണ് ഈ സർവീസ്, ഈ സത്സംഗമാണ്. അതിനകത്ത് നമ്മൾ ഏറ്റവും ഞാൻ നന്ദി പറയുന്നത് നമ്മുടെ സത്സംഗത്തിന്. കാരണം നമ്മൾ ഇവിടെ വരുമ്പോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമസ്കരിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു, ഹൈ ഈഗോ ആയിരുന്നു എനിക്ക്. മാല ഞാൻ പിടിക്കില്ലായിരുന്നു, ഞാൻ മാല പിടിച്ച് ജപിക്കില്ലായിരുന്നു. കാരണം വെച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഞാൻ ജപിച്ചോളാം, മാല പിടിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് മാല പിടിക്കാനുള്ള ഈഗോ, കാരണം അതൊരു സുഖമുള്ള ഏർപ്പാടല്ല. പിന്നെ അതുപോലെ തന്നെ നമസ്കരിക്കാൻ മടിയായിരുന്നു, അതെല്ലാം ഈഗോ ആണ്. പക്ഷെ അതെല്ലാം പോയി. അപ്പോ ഈ വെള്ളം എടുത്തു വെക്കുന്നത്, ടേബിളിൽ വെള്ളം എടുത്തു വെക്കുന്നത്, ഇങ്ങനെ ചിന്തിച്ചു, ആ വെള്ളം ഒരു സേവനമായിട്ടിരിക്കട്ടെ. ഭഗവാനെ വെച്ച തുളസി വെള്ളം മിക്സ് ചെയ്ത് ദിവസം വെക്കുന്നത്, എപ്പോൾ അത് കുറഞ്ഞാലും അപ്പൊ വീണ്ടും നിറച്ചു വെക്കുക. ഇപ്പോൾ ഞാനത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് യാതൊരു പ്രശ്നമില്ല. അത് മാത്രം എനിക്കതിൽ ഇപ്പൊ സന്തോഷമായി. വെള്ളം റൂമിൽ വേണമെങ്കിൽ വെച്ച് കൊടുത്തു. ഞാൻ എന്റെ മോനിലേക്ക് വെള്ളം കുടിക്കണം, ഇവിടെ ഒന്നും എടുക്കുന്ന ഞാൻ അവിടെ കൊടുത്തരാം, അങ്ങനെ പറയാൻ തുടങ്ങി. കാരണം വെച്ചാൽ അപ്പോ നമ്മളിൽ ഒരു മാറ്റം നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. വേറെ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഗുരുദേവ്